ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റുമായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു തർക്കം നടക്കുന്നുണ്ടായിരുന്നു. അതിലൊരു സമവായം ഉണ്ടായിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ ഇടനാഴിയിൽ വെച്ച് എനിക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. സുപ്രീം കോടതി വിധി അനുസരിച്ച് NSS മാനേജ്മെൻറ്റ് ലഭിച്ച എല്ലാ ആനുകൂല്യങ്ങളും ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്കും ലഭിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. ആദ്യം വിദ്യാഭ്യാസ വകുപ്പ് ഇത്തിരി കടുംപിടുത്തമൊക്കെ പിടിച്ച ഒരു കേസാണിത്. എന്തായാലും അത് ഒരു ഏകദേശം ഒരു ധാരണയായി എന്നുള്ള നല്ല വാർത്ത വരുന്നുണ്ട്. പ്രൈം ടൈം ആരംഭിക്കുന്നു. ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. കാസർഗോഡ് കുമ്പളയിൽ വൈദ്യുതിയില്ല. KCB ഓഫീസ് ഇപ്പോൾ നാട്ടുകാർ ഉപരോധിക്കുകയാണ്. 24 മണിക്കൂറായി വൈദ്യുതിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നാട്ടുകാരുടെ ഉപരോധം. നമുക്ക് ആദ്യം ആ ദൃശ്യത്തിലേക്കൊന്ന് പോകാം. അരുൺ പാറക്കൽ ടെലിഫോൺ ലൈനിൽ ചേർന്നു. കാസർഗോഡ് നിന്ന് അരുൺ, ശരിക്കും കുറച്ചു നേരമായ ഉപരോധം തുടങ്ങിയിട്ട് എന്താണ് KCB ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട് ഇക്കാര്യത്തിൽ? ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഈ കുമ്പള പ്രദേശത്ത്, കുമ്പള നായ്ക്കാപ്പ് പ്രദേശങ്ങളിലൊക്കെ, സീതാങ്കോളി പ്രദേശങ്ങളിലൊക്കെ തന്നെ കറണ്ട് പോയിരുന്നു. ഇന്നലെ അതിശക്തമായ ഇടിമിന്നൽ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. രാത്രി നല്ല മഴയും പെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വൈദ്യുതി ബന്ധത്തിന് തകരാർ സംഭവിച്ചത്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ പരാതി പറയുന്നുണ്ട്. പക്ഷേ പരിഹാരം ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്ന് പകൽ മുഴുവൻ വൈദ്യുതി ഇല്ലാതെ വീടുകളിൽ കഴിഞ്ഞു. എന്നിട്ടും ഒരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വൈകിട്ട് രാത്രി 8 മണിയോടുകൂടിയാണ് ഇന്നിപ്പോൾ കുമ്പള KCB ഓഫീസിന് മുന്നിലേക്ക് നാട്ടുകാരുടെ പ്രതിഷേധം ആരംഭിച്ചത്. വലിയ പോലീസ് സന്നാഹം ആ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുകാരെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും നാട്ടുകാർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. KCB ഉദ്യോഗസ്ഥർക്കും കൃത്യമായ ഒരു മറുപടി നൽകാൻ സാധിക്കുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് വൈദ്യുതി ബന്ധം, അതായത് വൈദ്യുതി ലൈനിലുണ്ടായ തകരാറാണ്. ആ തകരാർ പരിഹരിക്കാൻ ഇനിയും സമയം വേണ്ടിവരുമെന്നാണ് KCB ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം ഇനിയും അവസാനിച്ചിട്ടില്ല. പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സംഭവമാണോ അതോ ഇതൊരു ഒറ്റപ്പെട്ട കേസാണോ ഇപ്പോൾ ഈ കുമ്പളയിൽ വൈദ്യുതി പോയത്? കാസർഗോഡ് ജില്ലയിൽ വൈദ്യുതി, അതായത് ഈ വൈദ്യുതി ബന്ധത്തിന് ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് കർണാടകത്തിൽ നിന്നാണ് പ്രധാനമായും കാസർഗോഡ് ജില്ലയുടെ ഈ കാസർഗോഡ് താലൂക്ക് വരെയുള്ള പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി എത്തുന്നത്. ഉടുപ്പി കരിന്തളം പവർ ഹൈവേ അത് പൂർത്തിയായാൽ മാത്രമായിരിക്കും കാസർഗോഡ് ജില്ലയ്ക്ക് ഈ വൈദ്യുതി ക്ഷാമത്തിൽ നിന്നൊരു മോചനം ഉണ്ടാവും. അതിൻ്റെ പണിയൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. അതിനിടയിലാണ് ഈ ലൈനിനൊക്കെ തകരാർ സംഭവിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത്. എന്തായാലും കുമ്പള പ്രദേശത്ത് ഇപ്പോൾ ഇന്നലെ 24 മണിക്കൂറായി വൈദ്യുതി ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേ നായ്ക്കാപ്പ് ഭാഗമുണ്ട്, സീതാങ്കോളിയുണ്ട്, കുമ്പള ടൗൺ ഉണ്ട്. ആ പ്രദേശങ്ങളിലൊന്നും തന്നെ വൈദ്യുതി ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. KCB ഓഫീസിന് മുന്നിലാണ് നാട്ടുകാർ ഉപരോധിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഉപരോധത്തിനായി എത്തിയിട്ടുണ്ട്. പോലീസ് അവരെ ആശ്വസിപ്പിക്കാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. അവരെ സമവായത്തിലെത്തിച്ച് തിരിച്ച് വീടുകളിലേക്ക് വിടാനുള്ളൊരു നീക്കം ഉദ്യോഗസ്ഥരുമായി പോലീസും ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ ഇതുവരെയും ഒരു അനുനയ നീക്കത്തിന് തയ്യാറാവുന്നില്ല. വൈദ്യുതി പുനഃസ്ഥാപിച്ചതിന് ശേഷമായിരിക്കും വീടുകളിലേക്ക് പോകുകയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് ഉള്ളത്. ഓക്കെ, അരുൺ പാറക്കലാണ് വിവരങ്ങളുമായി ചേർന്നത് കാസർഗോഡ് നിന്ന്. പാലക്കാട് പിരായിരിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്ത പൊതുപരിപാടിയിൽ DYFI BJP പ്രതിഷേധമുണ്ടായി. രാഹുലിന്റെ കാർ അവർ നടു റോഡിൽ തടഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി രാഹുലിന് കോൺഗ്രസ്, മുസ്ലിം ലീഗ് പ്രവർത്തകരും പോലീസും കവചമൊരുക്കി. ഇതിനിടെ ശബ്ദ സന്ദേശം രാഹുലിൻ്റേതാണോ എന്ന മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് വ്യക്തത ഇല്ലാത്ത മറുപടിയാണ് രാഹുൽ നൽകിയത്. വൈകിട്ട് 5:20 രാഹുൽ മാങ്കൂട്ടത്തിൽ പിരായിരിയിലെത്തിയത്. കരിങ്കുടിയുമായി മുദ്രാവാക്യം വിളിച്ച് കാറിന് മുന്നിലേക്ക് DYFI പ്രവർത്തകർ ചാടി വീണു.
പ്രതിഷേധം ശക്തമായതോടെ പോലീസും UDF പ്രവർത്തകരും രാഹുലിന് കാവലൊരുക്കി. പോലീസിന്റെയും പ്രവർത്തകരുടെയും വലയത്തിൽ രാഹുൽ ഉദ്ഘാടന സ്ഥലത്തേക്ക് ഇറങ്ങി നടന്നു. വീടുകൾ കയറിയും കാത്തിരുന്നവരോട് വിശേഷം പറഞ്ഞുമായിരുന്നു ഉദ്ഘാടന സ്ഥലത്തേക്ക് എത്തിയത്. കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് രാഹുലിന് സ്വീകരണമൊരുക്കിയത്. പ്രതിഷേധക്കാരെ UDF പ്രവർത്തകർ കൂകി വിളിച്ചു. പരിപാടിക്ക് പിന്നാലെ മാധ്യമപ്രവർത്തകരെ കണ്ടെങ്കിലും വിവാദ ഓഡിയോ സന്ദേശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രാഹുൽ വ്യക്തമായ മറുപടി നൽകിയില്ല. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയും. 1, 2 നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളെ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിയമപരമായി നേരിടും. ജനങ്ങളോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയേണ്ട കൃത്യമായ സമയത്ത് ജനങ്ങളോട് പറയും. പാലക്കാട്ടെ പൊതുപരിപാടികളിൽ കൂടുതൽ സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നീക്കം. 24 പാലക്കാട്. ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ UDF. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ചികിത്സയിലായിരുന്ന ഷാഫി പറമ്പിൽ ആശുപത്രി വിട്ടു. വടകര റൂറൽ SP KE ബൈജുവിന്റെ കുറ്റസമ്മതത്തോടെ പോലീസിനെതിരെയുള്ള പ്രതിഷേധം UDF കടുപ്പിക്കുകയാണ്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ MPയെ മുൻനിർത്തി കളത്തിലിറങ്ങാനാണ് UDF തീരുമാനം. കുറ്റക്കാരായ 3 പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പോലീസിനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSS പരിപാടിക്ക് പോയാണോ റൂറൽ SP വെളിപ്പെടുത്തൽ നടത്തേണ്ടത് എന്നും പ്രതിപക്ഷ നേതാവ്. ആരുടെ പരിപാടിക്കാണ് ഈ CPM SP-മാരെയൊക്കെ വിടുന്നത്? സേവാദർശന്റെ പരിപാടിക്കോ? അവിടെ പോയിട്ടാണ് SP സംസാരിക്കുന്നത്? RSSന്റെ പരിപാടിക്ക് പോവാണോ? ആരാണ് ഇവരെ ഉത്തരവാദിത്തം? ആരാണ് ഇവരെ വിട്ടിരിക്കുന്നത്? അപ്പോൾ എന്തും ചെയ്യാമെന്നുള്ള നിലയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോവുകയാണോ? ശബരിമല സ്വർണ്ണമോഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് CPIM പോലീസിനെ കൂട്ടുപിടിച്ച് നടത്തുന്നത് എന്ന് PK കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. അപ്പോൾ എന്തോ ഉദ്ദേശം ഈ അടിക്കുണ്ട്, ഒരു സംശയവും ഇല്ല. സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിൽ നിന്നും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശബരിമലയാണ്. അതിൽ നിന്ന് തലയുരാൻ വേണ്ടി ആയിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷാഫി പറമ്പിൽ MPയെ ഡിസ്ചാർജ് ചെയ്തു. അടുത്ത ദിവസം പേരാമ്പ്രയിൽ CPIMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കും. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു വൈകുന്നേരം. മകൻ വിവേക് കിരണിന് ലാവ്ലിൻ കേസിൽ സമൻസ് ലഭിച്ചുവെന്ന വാർത്ത നിഷേധിച്ചു മുഖ്യമന്ത്രി. സമൻസ് വന്നതായി തൻ്റെ അറിവിലില്ലെന്നും ലഭിച്ചതായി മകൻ തന്നോട് പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കളങ്കരഹിതമായ പൊതുജീവിതത്തിന് കുടുംബത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രത്യേക അഭിമാനമുണ്ട്. ഇത്തരം നോട്ടീസ് കൊണ്ടൊന്നും ഭയന്ന് പിന്നോട്ടില്ലെന്നും മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞു. പക്ഷെ ഇതൊരു നനഞ്ഞ പടക്കായി പോയി. ഇനി എന്താ അടിയറയിലുള്ളതെന്ന് അറിയില്ല. ഇനിയും ചേർന്നിട്ടുണ്ടാവുമായിരിക്കും. അതപ്പോൾ കാണാം. 2023 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനോട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED നോട്ടീസ് അയച്ചത്. ഇത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണെന്ന വിവരമാണ് ഇന്ന് പുറത്തുവന്നത്. വിവേക് കിരണിന് UK പഠനത്തിന് സാമ്പത്തികമായി സഹായിച്ച് സ്പോൺസറായത് ലാവ്ലിൻ കമ്പനിയുടെ ഡയറക്ടറായ ദിലീപ് രാഹുലാണെന്ന് മൊഴി ലഭിച്ചിരുന്നു. ഇതിൽ വ്യക്തത വരുത്താനാണ് 2023 സമൻസ് അയച്ചത്. എന്നാൽ ഇങ്ങനെയൊരു സമൻസ് ലഭിച്ചിട്ടേയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. വന്നില്ലെങ്കിൽ എൻ്റെ അവിടെ വരണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങളാരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അല്ല, എൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല. കളങ്കരഹിതമായ തന്റെ പൊതുജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ കരിവാരിത്തേക്കാനാകുമോ എന്ന ഉദ്ദേശത്തിലാണ് മകനെതിരെ ആക്ഷേപമുന്നയിക്കുന്നത്. മക്കളും കളങ്കരഹിതരാണെന്നും അതിൽ പ്രത്യേക അഭിമാനമുണ്ടെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. നിങ്ങൾ ഈ പറയുന്ന മകനില്ലേ, നിങ്ങൾ എത്ര പേര് ആ മകനെ കണ്ടിട്ടുണ്ട് നിനക്കറിയില്ല. അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അറിയുമെന്ന് സംശയമാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇപ്പോഴത്തെ ബോർഡിനും 2019 ബോർഡിനുമെതിരെ മറ്റ് നടപടികളുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതായിരുന്നു പ്രതികരണം. ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു കമൻറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ശരിയാണോ? ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ട് ആരൊക്കെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ബലം കണിഞ്ഞോ ബലം കണിയാതെയോ ജയിലിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം.
അമിത്ഷായെ ഔദ്യോഗിക വസതിയിൽ പോയി കണ്ടതിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. 24 തിരുവനന്തപുരം. ED സമൻസ് കേസിൽ CPM ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും രണ്ട് തട്ടിലെന്ന സൂചന. വിവേക് കിരണിന് ED സമൻസ് ലഭിച്ചെന്ന MA ബേബിയുടെ പ്രതികരണം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. കേരളത്തിലെ പാർട്ടി നേതാക്കൾ ആരും സമൻസിന് സ്ഥിരീകരണം നൽകാതിരിക്കുമ്പോഴുണ്ടായ MA ബേബിയുടെ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ടെന്ന് 24 രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സമൻസ് ഇല്ലാതായി എന്ന് MA ബേബി എങ്ങനെ അറിഞ്ഞുവെന്ന ചോദ്യവുമായി പ്രതിപക്ഷവും ഇന്ന് രംഗത്ത് വന്നു. ഒരു കെട്ടിച്ചമച്ച നോട്ടീസ് അയച്ചു നോക്കി, പക്ഷെ അനങ്ങുന്നില്ല. കാര്യം എന്താ? ആ നോട്ടീസ് തന്നെ അസംബന്ധ നോട്ടീസാണെന്ന് അവർക്ക് തന്നെ അംഗീകരിച്ചത് പിൻവലിക്കേണ്ടി വന്നു. ഇതല്ലേ നമ്മുടെ മുമ്പിൽ പച്ച പരമാർത്ഥമായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ യാതൊരു വസ്തുതയുമില്ല. ഇന്നലെ ചെന്നൈയിൽ വെച്ച് നൽകിയ ഈ പ്രതികരണമാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ മകൻ വിവേക് കിരണിന് EDയുടെ നോട്ടീസ് ലഭിച്ച വിവരം പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രിയോ പാർട്ടിയുടെ കേരള നേതൃത്വമോ ഇതിന് ഇതുവരെ സ്ഥിരീകരണം നൽകിയിരുന്നില്ല. അപ്പോഴാണ് സമൻസ് ലഭിച്ചെന്നും അസംബന്ധമെന്ന് മനസ്സിലാക്കി പിൻവലിച്ചെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി സ്ഥിരീകരിക്കുന്നത്. ഇതോടെ സമൻസ് വിവാദം കൊഴുക്കുമെന്നതാണ് മുഖ്യമന്ത്രിയുടെ അതൃപ്തിക്ക് കാരണം. അതൃപ്തി വാർത്താസമ്മേളനത്തിൽ പരസ്യമാക്കിയ മുഖ്യമന്ത്രി ജനറൽ സെക്രട്ടറിയെ തിരുത്തുകയും ചെയ്തു. അതൊക്കെ നിങ്ങളുടെ വാർത്ത കണ്ടപ്പോൾ വാർത്തയെ മുഖവിലക്കെടുക്കുമല്ലോ ആരായാലും. ആ വാർത്തയുടെ കാര്യമായിട്ട് പറഞ്ഞ ഒരു പ്രതികരണമായിരിക്കും. ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പറഞ്ഞൊരു പ്രതികരണമായിരിക്കില്ല. മുഖ്യമന്ത്രി പ്രതീക്ഷിച്ച പോലെ തന്നെ MA ബേബിയുടെ പ്രതികരണം ആയുധമാക്കി പ്രതിപക്ഷം രംഗത്തെത്തി. 2023 ഓർക്കണം ഈ നോട്ടീസ്. 24 തെരഞ്ഞെടുപ്പ്. അതിൽ ഭീതിയോടുകൂടിയാണ് പിന്നീട് കംപ്ലീറ്റ് ആയി കണ്ടത്. ഞാൻ ഇലക്ഷൻ കാലത്ത് നിങ്ങളോട് പറഞ്ഞു ED പിടിമുറുക്കുന്നു, കരുവന്നൂർ അവിടെയൊക്കെ വെറുതെയാണ്. ED പിടിമുറുക്കുന്ന ഇതാണ്, ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. മുഖ്യമന്ത്രിയുടെ അതൃപ്തി രാവിലെ തന്നെ MA ബേബിയുടെ ചെവിയിലും എത്തിയിരുന്നു. ഇതോടെ പ്രതികരണം അദ്ദേഹം തിരുത്തുകയും ചെയ്തു. പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ നേതാവ് പാർട്ടി ജനറൽ സെക്രട്ടറിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞത് CPM-ൽ അത്ര പുതുമയുള്ള കാര്യമല്ല. 24 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വ്യാപിപ്പിച്ച് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തി. സ്വർണ്ണപ്പാളി കൈമാറ്റം ചെയ്യാൻ ഉണ്ണികൃഷ്ണൻപുരിയെ സഹായിച്ച ഹൈദരാബാദ് സ്വദേശി നാഗേഷിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ഹൈദരാബാദ് സ്വദേശി നാഗേഷിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. സ്വർണം അടിച്ചുമാറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന സഹായി നാഗേഷ് എന്ന നിർണായക വിവരമാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത്. ശബരിമലയിലെ യഥാർത്ഥ ദ്വാരപാലക ശില്പപാളികൾ ഇയാൾ കൈക്കലാക്കുകയോ വിൽക്കുകയോ ചെയ്തിരിക്കാമെന്നും സംശയമുണ്ട്. സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഏറെ ദിവസം സൂക്ഷിച്ചത് ഹൈദരാബാദിലെ നാഗേഷിന്റെ സ്ഥാപനത്തിലാണ്. സ്വർണം പൂശാനായി ചെന്നൈയിലെത്തിച്ചതും നാഗേഷാണ്. ഇതിനിടയിലാണ് ശില്പപാളികളുടെ ഭാരത്തിൽ 4.5 കിലോയുടെ വ്യത്യാസമുണ്ടായത്. അതിനാൽ യഥാർത്ഥ പാളി മാറ്റിയ ശേഷം ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ് ചെന്നൈയിലെത്തിച്ചത് എന്നും കരുതുന്നു. ഇതോടെയാണ് നാഗേഷിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ SIT സംഘം പരിശോധന നടത്തി. കേസിൽ പത്തനംതിട്ട റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം FIR സമർപ്പിച്ചു. ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയതോടെയാണ് ദേവസ്വം സ്മിത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം. ദ്വാരപാലക ശില്പം തിരികെ കൊണ്ടുവന്നപ്പോൾ ഗോൾഡ് സ്മിത്ത് പരിശോധനയ്ക്കെത്തിയില്ലെന്നും തട്ടിപ്പ് പുറത്തു വരാതിരിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചുവെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഗോൾഡ് സ്മിത്തിനെ വിലക്കിയ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും അന്വേഷണമുണ്ടാകും. ഗോൾഡ് സ്മിത്തിനെ മനഃപൂർവ്വം ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തിയത് തട്ടിപ്പിനു വേണ്ടിയെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴിയെടുത്തു. സാക്ഷിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമെതിരെ പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷ യുവജന സംഘടനകൾ. സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ ഇന്ന് സംഘർഷമുണ്ടായി. മന്ത്രി VN വാസവന്റെ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചും കയ്യാങ്കളിയിൽ കലാശിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് നേരെ പ്രവർത്തകർ കല്ലും കമ്പും ചീമുട്ടയും എറിഞ്ഞു. 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായില്ല. യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ബലം പ്രയോഗിച്ചു. കോട്ടയത്ത് ദേവസ്വം മന്ത്രി VN വാസവന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. MC റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. സ്വർണ്ണക്കൊള്ളയിൽ വിവാദം തുടരുന്നതിനിടെ കോട്ടയത്ത് LDF വിശദീകരണ യോഗം സംഘടിപ്പിച്ചു.
അയ്യപ്പന്റെ പൊന്നെടുത്തവരെ കയ്യാമം വെക്കുമെന്ന് മന്ത്രി VN വാസവൻ. ആ പൊന്നടിച്ചു മാറ്റിയിട്ടുള്ള ആളുകളെ കയ്യാമം വെച്ച് കത്തുറങ്ങിലടക്കുകയും പൊന്ന് ശബരിമല അയ്യപ്പൻ തിരികെ കൊടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് അഭിപ്രായമെന്ന് അസന്നിഗ്ധമായി ഞങ്ങൾ പ്രഖ്യാപിച്ചു, അത് നടപ്പാക്കുമെന്നാണ് പറയാൻ. പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന അന്വേഷണമാണ് കോടതി പ്രഖ്യാപിച്ചതെന്നും പിന്നെയും പ്രതിഷേധം നടത്തുന്നത് എന്തിനെന്നും മന്ത്രി ചോദിച്ചു. 24 കോട്ടയം, തിരുവനന്തപുരം. CM വിത്ത് മീ പരിപാടിയുടെ പോരായ്മകൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ച് ഉത്തരവിറക്കി. സിറ്റിസൺ കണക്ട് സെന്ററിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടി. വർക്കിംഗ് അറേഞ്ച്മെന്റ് അടിസ്ഥാനത്തിൽ 24 പേർക്ക് പുതിയ നിയമനം നൽകി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത്. പ്രതീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം, പറയൂ. SKN തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ സർക്കാരിന്റെ നിർണായകമായ ഒരു ചുവടുവയ്പായിരുന്നു മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നുള്ള ജനസമ്പർക്ക പരിപാടി. വെള്ളയമ്പലം ആസ്ഥാനമായാണ് ഈ സിറ്റിസൺ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. പക്ഷേ അതിന് പിന്നാലെ ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഈ പരാതി പറയാൻ വിളിക്കുമ്പോൾ പലപ്പോഴും ഫോൺ എടുക്കുന്നില്ല, ഈ ഫോൺ കണക്റ്റ് ആകുന്നില്ല എന്നതടക്കമുള്ള പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സിറ്റിസൺ കണക്ട് സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ അത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം 24 പേർക്കാണ് പുതിയ നിയമനം നൽകിയിരിക്കുന്നത്. വർക്കിംഗ് അറേഞ്ച്മെന്റ് അടിസ്ഥാനത്തിൽ പുതിയ നിയമനം നൽകിയിരിക്കുന്നു എന്നതാണ് സർക്കാർ ഉത്തരവിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. ഉദ്യോഗസ്ഥർ പുതിയ ചുമതലയിൽ എത്രയും വേഗം പ്രവേശിക്കണമെന്ന കൂടി നിർദ്ദേശം ഇക്കാര്യത്തിലുണ്ട്. ഈ പ്രധാനമായും ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലടക്കം ഈ CM വിത്ത് മീ എന്ന പരിപാടിയെക്കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നു. ഈ പരമാവധി ആളുകളെ നേരിട്ട് കേൾക്കുകയും അവരുടെ പരാതികൾ കേട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇടത് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും അതിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ പോകുന്നു എന്നുള്ള ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഈ ഉത്തരവിൽ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. SKN. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്. മറ്റൊരു വാർത്തയിലേക്ക്. തീരദേശ നിയന്ത്രണ മേഖല അഥവാ CRZ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ഇന്ന് ഹൈക്കോടതി പ്രതികരിച്ചു. CRZ മേഖലയിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് കോടതി ഇന്ന് നിർദ്ദേശിച്ചു. കണ്ണൂരിൽ കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിച്ചതിനെതിരെ വന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടായത്. കോടതി നിർദ്ദേശമുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിച്ചില്ലെന്നും കോടതി വിമർശിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. പറയൂ ആൻമരിയ. കണ്ണൂരിൽ 2 സ്വകാര്യ വ്യക്തികൾ ഈ കണ്ടൽക്കാടുകൾ വെട്ടി റിസോർട്ട് പണിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. ഈ ഹർജി പരിഗണിക്കുന്ന സമയത്താണ് കടുത്തമായ ഒരു വിമർശനവും അതോടൊപ്പം തന്നെ നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെയാണ്? തീരദേശ നിയന്ത്രണ മേഖലകൾ അല്ലെങ്കിൽ CRZ മേഖലകളിൽ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകണം. അത്തരം മേഖലകളിൽ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റു കാര്യങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകണം. ഈ കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിക്കാൻ പാടുള്ളതല്ല എന്നുള്ള നിയമം ഉണ്ടായിട്ടും അത്തരം നടപടികളിലേക്ക് കടക്കുന്നത് കടുത്ത കുറ്റം തന്നെയാണ് എന്നുള്ള കോടതി നിരീക്ഷണം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഒരു വിമർശനവും കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് അതിങ്ങനെയാണ്: കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിവുണ്ടായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് ഹൈക്കോടതി വിമർശനം നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം ഹൈക്കോടതി അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നതും അധികാരികളോട് പറഞ്ഞിരിക്കുന്നതും ഇങ്ങനെയാണ്: കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടപെട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരാഴ്ചകൾ പിന്നിടുമ്പോഴാണെങ്കിൽ പോലും ഇത്തരം മേഖലകളിലുള്ള അത്തരം മേഖലകൾ പരിശോധിക്കണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ കണ്ടെത്തണം, സുരക്ഷിതമാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി പരിശോധിക്കണം. ഇത്തരം കാര്യങ്ങളുമാണ് ഹൈക്കോടതി ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള ഒരു വിമർശനവും അതോടൊപ്പം തന്നെ നിരീക്ഷണവും വന്നിരിക്കുന്നത്. എന്തായാലും കേസ് അടുത്തയാഴ്ച വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. SKN. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ ഇനി OJ ജനീഷ് നയിക്കും. വിനു ചുള്ളിയിലാണ് വർക്കിംഗ് പ്രസിഡന്റ്. OJ ജനീഷിനായി ഷാഫി പറമ്പിൽ സ്വീകരിച്ച നിലപാടും നിർണായകമായി. ലൈംഗികാരോപണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷപദം ഒഴിഞ്ഞുകിടന്നത്. അധ്യക്ഷനില്ലാത്ത 51 ദിവസം. ഏറെ ചർച്ചകൾക്കൊടുവിലാണ് OJ ജനീഷിനെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചത്. നേതാക്കന്മാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തതായിരുന്നു യൂത്ത് കോൺഗ്രസിലെ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഒടുവിൽ സാമുദായിക സമവാക്യം OJ ജനീഷിന് തുണയായി. ഈഴവ വിഭാഗത്തിൽപ്പെട്ട ജനീഷിന് ഷാഫി പറമ്പിലിന്റെ പിന്തുണയും കരുത്തായി. പഴയ A ഗ്രൂപ്പുകാരനെങ്കിലും ജനീഷിനിപ്പോൾ KC വേണുഗോപാലുമായാണ് അടുപ്പം. വളരെ അഭിമാനകരവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കഴിഞ്ഞകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതുപോലെ തന്നെ സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതൃത്വങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. യൂത്ത് കോൺഗ്രസിൽ ആദ്യമായി വർക്കിംഗ് പ്രസിഡന്റുമുണ്ടായി. കീഴ്വഴക്കങ്ങൾ മറികടന്ന് ബിനു ചുള്ളിയിലിനെ ആ സ്ഥാനത്തേക്ക് നിയമിച്ചതും KC വേണുഗോപാൽ പക്ഷക്കാരൻ എന്ന മെറിറ്റ്. ഇന്ന് സംഘടനയിലെ ഒരു വലിയ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് പാർട്ടി നേതൃത്വത്തോട് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഞാനെന്നുള്ളതല്ല, ഇപ്പം ചർച്ച ചെയ്യപ്പെടാത്ത ആളുകളുമൊക്കെ ഇതിനകത്ത് അർഹതപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ട്. പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ്, അതിനെ ആ രീതിയിൽ തന്നെ കാണുന്നുള്ളൂ. KPCC അധ്യക്ഷനും KSU അധ്യക്ഷനും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടത് എന്നതാണ് അബിൻ വർക്കിക്ക് തിരിച്ചടിയായത്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതാണ് KM അഭിജിത്തിനെ ഒഴിവാക്കാനുള്ള കാരണം. തർക്കം ഒഴിവാക്കാനായി ഇരുവരെയും ദേശീയ സെക്രട്ടറിമാരായി നിയമിച്ചു. ജില്ലയിൽ മികച്ച സംഘാടകൻ എന്ന പേരെടുത്തിട്ടുണ്ടെങ്കിലും തൃശൂരിനപ്പുറം മേൽവിലാസമുണ്ടാക്കാൻ OJ ജനീഷിന് ഇനിയുമായിട്ടില്ല. ഐ ഗ്രൂപ്പ് പൂർണ്ണ മനസ്സോടെ തീരുമാനത്തെ അംഗീകരിച്ചില്ലെങ്കിൽ അതും പ്രതിസന്ധിയാവും. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ യുവജന സംഘടനയ്ക്ക് സമരസംഘടനയായി മാറാൻ കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം. സലിം മാലിക്, 24, തിരുവനന്തപുരം. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമന തർക്കത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളുമായി അനുനയം പ്രഖ്യാപിച്ച സർക്കാർ. NSS ലഭിച്ച അനുകൂല സുപ്രീം കോടതി വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സർക്കാർ നിലപാട് വിവിധ മാനേജ്മെന്റുകൾ സ്വാഗതം ചെയ്തു. ആദ്യഘട്ടത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച വിദ്യാഭ്യാസ വകുപ്പ് ഒടുവിൽ നിലപാട് മാറ്റി. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിനു ശേഷം ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ ആവശ്യം ഭാഗികമായി സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി നിയമനത്തിൽ NSS മാനേജ്മെന്റുകൾക്ക് അനുകൂലമായി ലഭിച്ച വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കും. സർക്കാരിന് ഏകപക്ഷീയമായി നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. ഒരു പെറ്റീഷനിൽ സുപ്രീം കോടതി ആനുകൂല്യം നൽകിയിട്ടുണ്ട്. അത് എല്ലാവർക്കും നൽകണമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. എന്നാൽ സർക്കാർ ഇതിനായി ഉത്തരവിറക്കില്ല. പകരം ഇക്കാര്യം സുപ്രീം കോടതി അറിയിക്കും. ഗവൺമെന്റ് നിലപാടെന്താ? NSS മാനേജ്മെന്റിന് ലഭിച്ചതുപോലുള്ള ആനുകൂല്യം മറ്റു മാനേജ്മെന്റുകൾക്കും ലഭിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ആ നിലപാട് കോടതിയെ അറിയിക്കും. സർക്കാർ നിലപാട് സ്വാഗതം ചെയ്ത് ജോസ് കെ മാണി. സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഇത് കൊടുക്കണം എന്ന് വാദിച്ച് ഇത് കൊടുക്കുവാനുള്ള തീരുമാനം ഇപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് വളരെയധികം സ്വാഗതം ചെയ്യുന്നു. സർക്കാർ തീരുമാനം വിവിധ ക്രൈസ്തവ മാനേജ്മെന്റുകളും സ്വാഗതം ചെയ്തു. വലിയ സന്തോഷം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും നേരിൽ കണ്ടും ഫോണിൽ സംസാരിച്ചുമൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന വലിയ ഒരു ഉറപ്പ് നൽകിയത് ഇന്നത് പ്രത്യേകമായ ഒരു പുതിയ ഘട്ടത്തിൽ ഉറപ്പ്, ഒരു വളരെ അനുകൂലമായ നിലപാട് സർക്കാർ എടുത്തതിലുള്ള വലിയ സന്തോഷമുണ്ട്. 16-ാം തീയതി സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോഴായിരിക്കും സർക്കാർ നിലപാട് കോടതി അറിയിക്കുക. തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ സമവായത്തിന് തയ്യാറായത്. 24, തിരുവനന്തപുരം. കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തുന്നതിന് വിദ്യാർത്ഥിനിക്ക് വിലക്കെന്ന് പരാതി. യൂണിഫോം ധരിക്കുന്നതിൽ സ്കൂളിന്റെ നിയമം പാലിച്ചില്ല എന്നാരോപിച്ചാണ് സ്കൂൾ മാനേജ്മെന്റ് നടപടി. പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് സ്കൂള് 2 ദിവസത്തേക്ക് അടച്ചിട്ടു. അഗസ്തീനിയൻ കന്യാസ്ത്രീകൾ നടത്തുന്ന കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് ഹൈസ്കൂളിലാണ് ഹിജാബ് ധരിച്ചെത്തുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം. ജൂണിൽ 8ാം ക്ലാസ്സിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥിനി സ്കൂൾ യൂണിഫോമിനോടൊപ്പം ഹിജാബും ധരിച്ച് സ്കൂളിലെത്താൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഹിജാബ് ധരിച്ചെത്തിയ ദിവസം സ്കൂളിന്റെ ഗേറ്റിന് പുറത്തു വെച്ച് അഴിപ്പിച്ചു എന്നാണ് രക്ഷിതാവിന്റെ പരാതി. പള്ളുരുത്തിയിൽ താമസിക്കുന്ന കുട്ടിയുടെ കുടുംബം സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും അടക്കം പരാതി നൽകി. യൂണിഫോമിറ്റിയിൽ ഒരു മാറ്റം വരുത്താനോ ഹിജാബോ അല്ല ഞാൻ ആവശ്യപ്പെട്ടത്. ഞാൻ ഷോൾ ധരിച്ചു വരാൻ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ കുട്ടിൻ്റെ അടുത്ത് വളരെ മോശമായ രീതിയിലുള്ള സംസാരവും മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ചീത്ത പറയലും മാർക്ക് കുറച്ചിടലും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുണ്ടാക്കി. എൻ്റെ മോള് 4 ദിവസം അവർ പുറത്ത് നിർത്തി. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പോയി വിളിച്ചിട്ട് വരും. എന്നാൽ സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ല ശിരോവസ്ത്രമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെയും PTA-യുടെയും നിലപാട്. വിദ്യാർത്ഥിനി കൃത്യമായി യൂണിഫോമിലെത്തിയാൽ സ്വീകരിക്കുമെന്നും PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ. ഈ കുട്ടി വന്നത് ഈ ഒരു വേഷം ധരിച്ചുകൊണ്ട് നിർബന്ധപൂർവ്വം ഞാൻ ഈ വേഷത്തിലേ ഇനി ക്ലാസ്സിലിരിക്കാൻ തുടങ്ങും. ഞങ്ങൾ പറ്റില്ല. പാരൻസിനെ വിളിച്ചു വരുത്തി PT സംസാരിച്ചു. അവർക്ക് വീണ്ടും ഇതേ വേഷം തന്നെ ധരിച്ചേ പഠിക്കാൻ പറ്റൂ എന്നുള്ള യൂണിഫോം അത് മസ്റ്റാണ്, ഇതാണ് ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഞങ്ങളെന്നാ നിയമപരമായിട്ട് നേരിടാൻ പറഞ്ഞിട്ട് അവർ ഇറങ്ങിയത്. എല്ലാ കുട്ടികളും വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ
സ്വീകരിക്കും. ഞങ്ങൾ അന്തസ്സായിട്ട് വിടും. ഒരു പ്രതികാര നടപടിയും ഈ സ്കൂളിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ഇത്തരം വിഷയങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഈ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല. മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ പക്വതയോടുകൂടി പെരുമാറണമായിരുന്നു. യൂണിഫോം ഒരു ദിവസം ഇട്ടുകൊണ്ട് വന്നപ്പോൾ അതിൽ മിസ്റ്റേക്ക് പറ്റി, അതിലെന്തെങ്കിലും ഒരു പശ കൊണ്ടുവന്ന് കണ്ടുകൊണ്ട് അപ്പോൾ തന്നെ കുട്ടിയെ പറഞ്ഞു വിടുക, അതിനുശേഷം അവിടെ ഒരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുക, അതിനകത്തൊന്ന് സ്കൂൾ പൂട്ടുക, അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളില്ല. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയിലേക്ക് ഗവൺമെൻറ് പോകേണ്ടി വരും. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുയർന്നതോടെ 2 ദിവസത്തേക്ക് സ്കൂൾ അടച്ചിട്ടു. സ്കൂളിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. 24 കൊച്ചി. ചില പ്രേക്ഷകരൊക്കെ കമൻറ്റ് ബോക്സിലേക്ക് നോക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ കമൻറ്റ് ബോക്സ് തുറന്നു വെച്ചിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമൻറ്റുകളെല്ലാം നമുക്ക് ഇന്നിപ്പോൾ ഒരുപാട് വാർത്തകളുണ്ട്. അപ്പോൾ നാളെ മോർണിംഗ് ഷോയിൽ വായിക്കാം. സമസ്തയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മരങ്ങൾ മുറിച്ചു വിറ്റതിൽ സമസ്ത ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. പുത്തനഴി മൊയ്തീൻ ഫൈസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അട്ടപ്പാടിയിലെ 5.5 ഏക്കർ സ്ഥലത്ത് നടന്ന മരമുറി അന്വേഷിക്കുന്നത്. 24 ഫോളോ അപ്പ്. സമസ്ത 100ാം വാർഷിക ഉപഹാരമായി സമസ്ത ഇസ്ലാമിക് സെന്റർ സൗദി നാഷണൽ കമ്മിറ്റി വിഭാവനം ചെയ്ത ആക്സസ് പദ്ധതി മേഖലയിൽ നിന്ന് വൻതോതിൽ മരം മുറിച്ചു കടത്തിയിരുന്നു. അട്ടപ്പാടി ചാരിറ്റബിൾ സർവീസസ് ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റിക്കായി വാങ്ങിയ സ്ഥലത്ത് നിന്നാണ് തേക്ക്, വീട്ടി ഉൾപ്പെടെയുള്ള ലക്ഷങ്ങൾ വില വരുന്ന മരങ്ങൾ മുറിച്ചു കടത്തിയത്. സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത സ്ഥലത്ത് നിന്ന് ബോർഡ് പ്രസിഡന്റോ കമ്മിറ്റിയോ അറിയാതെയാണ് സ്ഥലം സൂക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയവർ മരം മുറിച്ചു വിറ്റത്. 24 വാർത്തയ്ക്ക് പിന്നാലെ സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതിന്റെ തുടർച്ചയായാണ് പുത്തനാഴി മൊയ്തീൻ ഫൈസിയുടെ നേതൃത്വത്തിലുള്ള സംഘം അട്ടപ്പാടി സന്ദർശിച്ചത്. നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിശദമായ റിപ്പോർട്ട് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കൈമാറും. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പേരാമ്പ്രയിലെ സംഘർഷത്തിൽ കേസെടുത്തു. പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ദൃശ്യം ഒന്ന് കാണാം. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. സമീർ, ഇതുവരെ ഒരു കേസെടുക്കാൻ പോലീസ് ആലോചിച്ചിട്ടില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനിച്ചു. എന്താണ് ഇതിന്റെ പിന്നിലെ ചേതവികാരം? SKN വെള്ളിയാഴ്ച രാത്രി ഉണ്ടായിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിറകെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് തേടുകയായിരുന്നു. ആ വേളയിലാണ് ഡിപ്പാർട്ട്മെന്റിലെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള നിന്മേഷ് പകത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചത്. ആ വേളയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങൾ കൂടി ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമുള്ള പുതിയ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കലാപാഹ്വാനം, പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവനെ ഹാനി വരുത്തുന്ന വിധത്തിലുള്ള അക്രമം, അത്തരത്തിലുള്ള വിവിധ വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട്. ആ വിധത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ സ്ഫോടക വസ്തു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക് എറിഞ്ഞു എന്നതും, അതോടൊപ്പം തന്നെ അത് പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ നടുവിലേക്ക് ചെന്ന് വീഴുകയും അത് ഉഗ്ര ശബ്ദത്തോടു കൂടി പൊട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഈ അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത് എന്ന കാര്യം കൂടി പോലീസിന്റെ FIR വ്യക്തമാക്കുന്നുണ്ട്. അതിന് പിറകെയാണ് വലിയ സംഘർഷം ഉണ്ടാവുകയും വടകര MP കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിലിനെ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പേരാമ്പ്ര പോലീസ് പുതിയ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശക്തമായിട്ടുള്ള നടപടികൾ ഈ വിഷയമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടി ആരംഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ പരിശോധിച്ചതിനൊടുവിലാണ് ആ കാര്യം ബോധ്യപ്പെടുകയും അതിനൊടുവിലാണ് ഇപ്പോൾ പുതിയ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കുമ്പളയിൽ അല്പം മുമ്പ് ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവിടെ വൈദ്യുതി ഇല്ലാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. KCB ഓഫീസ് നാട്ടുകാർ ഉപരോധിക്കുകയാണ്. 24 മണിക്കൂറായി വൈദ്യുതി കിട്ടിയിട്ട് എന്ന് പറഞ്ഞാണ് ഉപരോധം. അരുൺ പാറക്കൽ കുമ്പളയിലെ KCB ഓഫീസിന് മുന്നിലെത്തി. അരുൺ ചേരുന്നു. അരുൺ, പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ എന്തെങ്കിലും നടന്നോ അവിടെ?
SKN ഇന്നലെ രാത്രി 8 മണിയോടുകൂടി പോയ കറണ്ടാണ് അത്. ഇന്ന് പകലും ഈ കറണ്ട് വന്നില്ല. അതുമാത്രമല്ല, ഈ വൈദ്യുതി പോയത് പരിഹരിക്കാൻ ആരും ഒന്നും ചെയ്തില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധമുള്ളത്. ഇന്ന് 8 മണിയോടുകൂടിയാണ് ഈ പ്രതിഷേധം ഇവിടെ തുടങ്ങിയത്. ഇതാ കുമ്പള ഇലക്ട്രിസിറ്റി ഓഫീസാണ്. ആ ഓഫീസിനുള്ളിൽ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഉപരോധിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഇപ്പോൾ ഇവിടെയുള്ളത്. കാസർഗോഡ് ASP യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനൊരു പരിഹാരമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പോയ കറണ്ടാണോ? അതെ, ഇന്നലെ ഇത് 8 മണിയോട് കൂടിയിട്ടാണ് ഈ കറണ്ട് പോയത്. മഴയും അതുപോലെ കാറ്റൊക്കെ ഉണ്ടായി, പലയിടത്തും കമ്പി പൊട്ടി, മരങ്ങൾ വീണു, അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട് ഒരു പ്രവണതയാണ്. അത് അപ്പോൾ തന്നെ പരിഹരിക്കില്ല, ഇല്ലെങ്കിൽ 1-2 മണിക്കൂർ വെച്ച് പരിഹരിക്കാറുമുണ്ട്. ഇതിനു മുമ്പ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ്? ആ ഉദ്യോഗസ്ഥർ പരിഹരിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരകത്തുണ്ടോ? അകത്തുണ്ട് എന്നാണ് നമ്മളെ വിശ്വാസം. ഇല്ലെങ്കിൽ പോലീസ് ഒന്നും വന്ന് അങ്ങനെ നിൽക്കില്ല എന്നാണ് നമ്മളിത്. ഉദ്യോഗസ്ഥൻ എല്ലാ കിട്ടാവുന്ന എല്ലാവരെയും ബന്ധപ്പെട്ട് അവർക്ക് ഇതുവരെയായിട്ട് ഒരു മറുപടി എന്താണ്, എപ്പോൾ കറണ്ട് വരും, എങ്ങനെ വരും, എന്താണ് ഈ ഇതിൻ്റെ ഫോൾട്ട് ഉള്ളത് ഇതുവരെ അവർ കണ്ടുപിടിക്കുകയോ ഇവിടുത്തെ കംപ്ലൈൻറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ തന്നെയാണ് ഇത്. ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അനാസ തന്നെയാണ് ഇത്രയും വൈകിയത് എന്നുള്ളതാണ്. രോഗികളുണ്ട്, അതുപോലെ തന്നെ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ കിഡ്നി രോഗികൾ, ഡയാലിസിസ് രോഗികളൊക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണിത്. അപ്പോൾ ഇതുവരെ ആയിട്ട് കറണ്ട് അതിൻ്റെ എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഞാൻ ഈ KSCB ഓഫീസിന്റെ അകത്തേക്ക്, അതായത് എൻട്രൻസിന് പുറത്താണ് ഞാനിപ്പോൾ നിന്നിരുന്നത്. അകത്തേക്ക് കൂടി ഒന്ന് പോയി നോക്കാം. ഇതാ ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഇവിടെ ഉപരോധിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാർ ഓക്കെ, ഇനി അടുത്ത വാർത്തയിലേക്ക്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ ഗ്രൂപ്പിൽ കടുത്ത അതൃപ്തി. അപമാനിച്ചു എന്ന വിലയിരുത്തലിൽ അബിൻ വർക്കി 2 വർഷം മുമ്പ് നിഷേധിച്ച സ്ഥാനം തലയിൽ കെട്ടിവെച്ചു. സംഘടനാ ചട്ടക്കൂടിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ പദവിയാണ് ദേശീയ സെക്രട്ടറി എന്ന വിലയിരുത്തൽ. അബിൻ വർക്കി നാളെ രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. 24 ബിഗ് ബ്രേക്കിംഗ്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോണിലുണ്ട്. സലീം, ദേശീയ സെക്രട്ടറി ആക്കി ഒരു സമവായത്തിൽ എത്താനുള്ള ശ്രമം പരാജയപ്പെട്ടോ എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറി ആക്കാനുള്ള ശ്രമം അതൊരു സമവായത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ആ നീക്കം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഗ്രൂപ്പിനുള്ളിലെ വിലയിരുത്തൽ അബിൻ വർക്കിയെ മനഃപൂർവ്വമായി പരിഹസിക്കുന്ന നിലപാടാണ്, അപമാനിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സംഘടനാ ചട്ടക്കൂടിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ പദവിയാണ് ദേശീയ സെക്രട്ടറി. ആ ദേശീയ സെക്രട്ടറി സ്ഥാനം 2 വർഷം മുൻപ് അബിൻ വർക്കിയോട് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടതാണ്. ആ ഘട്ടത്തിൽ അബിൻ വർക്കി ആ പദവി സ്വീകരിച്ചിരുന്നില്ല. അതേ പദവി അതിനുശേഷം വീണ്ടും ഇപ്പോൾ തലയിൽ കെട്ടിവെച്ച് തരികയാണ്. തന്നെ ഒരു സമവായം എന്ന നിലയിൽ തന്നെ പരിഹസിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് അബിൻ വർക്കി പറയുന്നത്. ഗ്രൂപ്പിനുള്ളിലും വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒരുപക്ഷെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയിരുന്നില്ലെങ്കിൽ പോലും സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിലനിർത്തിയാൽ പോലും ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിനു പകരം ഈ തെരഞ്ഞെടുപ്പിൽ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഏതെങ്കിലും ഭാഗമാകാതെ ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുകയും പാർട്ടിയിൽ നിലവിൽ ഇതുവരെയും ഇല്ലാത്തൊരു പോസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി ആദ്യമായാണ് ഒരു വർക്കിംഗ് വരുന്നത്. അങ്ങനെ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ വെക്കുകയും ചെയ്തതിനു ശേഷം നിലവിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോലും മാറ്റി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ഭാഗമായി അബിൻ വർക്കി നാളെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. ഒരുപക്ഷെ ഒരു പരസ്യമായ പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. പാർട്ടി തീരുമാനത്തിനെതിരെ അബിൻ വർക്കി സംസാരിക്കുമെന്നാണ് സൂചന. നിലവിൽ അങ്ങനെയാണ്. അതിനിടയിൽ ഇന്ന് രാത്രി ഏതെങ്കിലും തരത്തിലുള്ള അനുനയ ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്ന് അറിയില്ല. അതുമായി ബന്ധപ്പെട്ട നേതാക്കൾക്ക് തന്നെ ഗ്രൂപ്പ് ഇതിനോടകം തന്നെ നേതാക്കളോട്, ഹൈക്കമാൻഡിനോടൊക്കെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി KC വേണുഗോപാൽ പാർട്ടിയിൽ തന്നിഷ്ടം കാണിക്കുന്നു എന്നുള്ളതാണ്. ബിനു ചുള്ളിയിലിനെയും ഒപ്പം OJ ജനീഷിനെയും പരിഗണിച്ചതും അവരെ പ്രധാനപ്പെട്ട പദവികൾ നൽകിയതും KC വേണുഗോപാൽ ാണ്. മുൻപെങ്ങും എല്ലാ പദവിയും ഒന്നിച്ച് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഈ മുന്നണി സമവാക്യത്തിലും ഒപ്പം തന്നെ ഗ്രൂപ്പ് സമവാക്യത്തിലും ഒക്കെ നിൽക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ എല്ലാവർക്കും വീതം വെപ്പ് കൃത്യമായിരുന്നു. പല കാലങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നെങ്കിലും പക്ഷേ KC വേണുഗോപാൽ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നതിന് പിന്നാലെ എല്ലാ പ്രധാനപ്പെട്ട പദവികളും KC വേണുഗോപാൽ തന്നെ തന്റെ പക്ഷക്കാരെ വീതിച്ചെടുക്കുന്നു. അതിന്റെ ഭാഗമായാണ് 2 പദവികളും KC വേണുഗോപാലിന് തന്നെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക്, അതല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് പങ്കുവച്ചത് എന്നൊരു പ്രതിഷേധവും പാർട്ടിക്കുള്ളിലുണ്ട്. സ്വാഭാവികമായും ഈ പ്രതിസന്ധി പരിഹരിക്കുക, നിലവിലുള്ള പ്രശ്നങ്ങൾ, യൂത്ത് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സമവായ നീക്കം എന്ന നിലയിലാണ് സംസ്ഥാന അധ്യക്ഷന്മാരായി പരിഗണിച്ച 4 പേരെയും വിവിധ പദവികളിലേക്ക് നിയോഗിച്ചത്. പക്ഷേ അത് ഇപ്പോൾ അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലേക്ക്, അപമാനിച്ചു എന്ന വിലയിരുത്തലിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. SKN വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്, നമ്മൾ ഒരുപക്ഷെ മലയാളി ചിന്തിക്കേണ്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്.
പത്തനംതിട്ട അടൂർ പള്ളിക്കലിൽ വസ്തു എഴുതി വാങ്ങാൻ വേണ്ടി അമ്മയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ മകൻ അറസ്റ്റിലായി എന്ന വാർത്ത വരുന്നുണ്ട്. പള്ളിക്കലിലെ ലിസിയാണ് മകനും മരുമകളും ചേർന്ന് തോക്കുമായി എത്തി ഭീഷണിപ്പെടുത്തിയത്. മകൻ ജോറി വർഗീസിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, അമ്മയോട് ഇങ്ങനെയൊക്കെയല്ലേ സ്നേഹം കാണിക്കേണ്ടത്? പറയൂ. ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് മകൻ രാത്രി വീട്ടിലെത്തുകയും അമ്മയെ തോക്കിന്റെ മുന്നിൽ നിർത്തുകയും ചെയ്തത്. മകൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. മകനും മരുമോളും ചേർന്നാണ് ഇങ്ങനെ വീട്ടിലെത്തി ഈ അടൂർ പള്ളിക്കൽ സ്വദേശിനി ലിസിയെ തോക്കുമുനയിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ സ്വത്ത് എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ സംഭവത്തിന്റെ പരിഭ്രാന്തിയിൽ പേടിച്ച് ഇവർ സ്വത്ത് എഴുതി നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇതേ സമയം വീട്ടിലുണ്ടായിരുന്ന ഇവരുടെ ഇളയ മകൻ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഉടൻ തന്നെ അടൂർ പോലീസ് സ്ഥലത്തെത്തുകയും ഇദ്ദേഹത്തെ പിടികൂടുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ജോറി വർഗീസ് എന്ന 48-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇയാളെ കോടതിയിൽ ഹാജരാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുടുംബത്തർക്കം, ഈ സ്വത്തിന്റെ പേരിൽ വീട്ടിൽ തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കമാണ് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ അമ്മയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീക്കിയതെന്നാണ് പോലീസ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചപ്പോൾ തന്നെ പോലീസിന്റെ ഒരു ഇടപെടലുണ്ടായി. പ്രതിയെ പിടികൂടുകയും ചെയ്തു. ഈ തോക്ക് ഉൾപ്പെടെ തൊണ്ടിമുതൽ ഉൾപ്പെടെ പോലീസ് തുടർ പരിശോധനയിൽ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എ വി ജയശങ്കർ ആയിരുന്നു ടെലിഫോൺ ലൈനിൽ. മറ്റൊരു വാർത്തയിലേക്ക്. മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിച്ചതിന് പിന്നാലെ പലസ്തീൻ തടവുകാരെ ഇസ്രയേലും വിട്ടയച്ചു. തടവുകാരെ വെസ്റ്റ് ബാങ്കിലെ റമല്ലയിൽ എത്തിച്ചു. ഇതിനിടെ ഇസ്രയേൽ പാർലമെന്റിൽ പരസ്പരം പുകഴ്ത്തി ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും. ട്രംപിന് നേരെ പാർലമെന്റിൽ പ്രതിഷേധമുണ്ടായി. കർച്ചീഫ് ഉയർത്തി മുദ്രാവാക്യം മുഴക്കിയ പ്രതിനിധിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്താക്കി. ഇതിനിടെ ട്രംപിനൊപ്പം നെതന്യാഹു ഈജിപ്തിലേക്ക് പോകുന്നില്ലെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചു. റെഡ് ക്രോസിന്റെ ബസ്സുകളിൽ റമല്ലയിൽ എത്തിച്ച പലസ്തീൻ തടവുകാർ പുഞ്ചിരിയോടെ ഇറങ്ങിവരുന്ന ദൃശ്യങ്ങളാണ് വെസ്റ്റ് ബാങ്കിൽ നിന്നും പുറത്തുവരുന്നത്. ജീവനോടെയുള്ള 20 ബന്ദികളെയും ഹമാസ് വിട്ടയച്ചതിന് പിന്നാലെയാണ് 2000-ഓളം വരുന്ന തടവുകാരെ മോചിപ്പിക്കാനുള്ള പ്രക്രിയ ഇസ്രായേൽ ആരംഭിച്ചത്. വർഷങ്ങൾ നീണ്ട യുദ്ധത്തിനു ശേഷം മധ്യേഷ്യയിൽ സമാധാനത്തിന്റെ പുലരി വരികയാണെന്ന് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അസാധാരണമായ ധൈര്യവും ദേശസ്നേഹവുമുള്ള പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നായിരുന്നു ട്രംപിന്റെ പ്രശംസ. അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട് മാത്രമാണ് ഹമാസ് വെടിനിർത്തലിന് തയ്യാറായത്. 8 മാസത്തിനിടയ്ക്ക് താൻ അവസാനിപ്പിക്കുന്ന 8ാമത്തെ യുദ്ധമാണിത് എന്നും ട്രംപ് അവകാശപ്പെട്ടു. ട്രംപ് ഇസ്രായേലിന്റെ മഹാനായ സുഹൃത്താണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇത്ര വേഗം ലോകത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ നെതന്യാഹു ഇസ്രായേൽ പരമോന്നത ബഹുമതി ഇസ്രായേൽ പ്രൈസ് ട്രംപിന് നൽകുമെന്നും പ്രഖ്യാപിച്ചു. ഗസയെ പുനർനിർമ്മിക്കുന്നതിൽ താൻ മുഖ്യ പങ്കാളിയാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപിനൊപ്പം നെതന്യാഹുവും ഈജിപ്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഗസയിൽ സമാധാനം പുനഃസ്ഥാപിച്ചു എന്നുള്ള വാർത്ത പരക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാകുന്നു. ഇനി നാളെ എന്ത്? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.